എല്ലാവർക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, അതായത് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ അമ്പലത്തിലെ പ്രസാദം വളർത്തു മൃഗങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ദോഷമാണെന്ന് ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അതിനുള്ള രീതിയിലുള്ള മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിനെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു നായ നമ്മുടെ അടുത്ത് വരുന്ന എന്തിനാണ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പൂച്ച നമ്മുടെ അടുത്ത് വരും, അത് മ്യാവെന്ന് പറഞ്ഞു തരും. എന്തിനാണ്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ്. അത് നമ്മുടെ അടുത്ത് വന്ന് ഉരുമി, ഇല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ച, ചിലപ്പോൾ പരിസരത്തെ പൂച്ച ഉണ്ടാകും. അപ്പോൾ ക്ഷേത്രത്തിലെ പ്രസാദം പൂച്ചയ്ക്ക് കൊടുത്തതിന് ദോഷമുണ്ട്. കാരണം പൂച്ച എന്തിനാണ് വരുന്നത്? വിശപ്പിന് വേണ്ടിയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഒരു നായ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുക, മൃഗങ്ങൾക്ക് കൊടുത്താൽ ദോഷമാണ്. എന്താണ് ഈശ്വരൻ്റെ പ്രസാദം അവർക്ക് കഴിച്ചാൽ എങ്ങനെയാണ് ദോഷം വരുന്നത്? അത് ഈ ചില ആൾക്കാർ പറഞ്ഞു വരുത്തുന്നതാണ്, അമ്പലത്തിലെ പ്രസാദം ബാക്കിയുള്ളവർക്കും കൂടെ കൊടുത്താൽ, ഇല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുത്താൽ ദോഷമാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പൂച്ചകളൊക്കെ ചിലപ്പം ഓപ്പണറായിട്ട് ഇരിക്കുന്നത്, അതായത് നമ്മുടെ സർപ്പത്തിൻ്റെ അടുത്ത് പൂച്ച കയറി കിടക്കാറുണ്ട്, നമ്മൾ ഓടി ഇതാക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ രക്ഷസിൻ്റെ അടുത്ത് പൂച്ച കയറി കിടക്കാറുണ്ട്. എണ്ണ മിക്ക വീടുകളിലുള്ള പതിവാണ്, പൂച്ച എണ്ണ കട്ടുപിടിക്കാറുണ്ട്, ഇല്ലെങ്കിൽ നായ ചില ക്ഷേത്രങ്ങളിലൊക്കെ കിടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ദോഷമാണ്. അല്ല, അത് അവർക്ക് തണുപ്പനുസരിച്ച് അവർക്ക് ആ മണ്ണിൽ തണുപ്പുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിലെ പ്രസാദം ഒരിക്കലും മൃഗങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ദോഷമില്ല, ഗുണം മാത്രമാണ് ഉണ്ടാകുന്നത്. കാരണം ആ ഭഗവാന്റെ ഒരു പ്രസാദം അവർക്കും കഴിക്കാൻ പറ്റി അല്ലേ. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഒരിക്കലും നമ്മൾ എന്താ പറയുക, അമ്പലത്തിലെ പ്രസാദം ഇല്ലെങ്കിൽ നായ്ക്കുട്ടികൾക്കും ഇല്ലെങ്കിൽ പൂച്ചയ്ക്കും കൊടുത്തെന്ന് വെച്ചാൽ യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളില്ല. പിന്നെ അടുത്തൊരു ചിലവർക്കൊരു ധാരണയുണ്ട്, പൂച്ച വല്ലാതെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കഴിഞ്ഞാൽ ആ വീട്ടിൽ രോഗങ്ങൾ വരുമെന്ന്. അതൊക്കെ ചുമ്മാ പറഞ്ഞ് വരുത്തി നടക്കുന്ന തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പൂച്ച അങ്ങനെ കറന്നു വെച്ചാൽ അസുഖങ്ങൾ വരില്ല. കാരണം പൂച്ചകൾ പല രീതിയിൽ അവരുടെ രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റിലുള്ള സംസാരത്തിലാണ് പൂച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത്. ആ ഒരു കരച്ചിലോട്, ഇപ്പോൾ കണ്ടം പൂച്ച, ചില ചക്കിപ്പൂച്ച ഒക്കെ മാക്ക് മാക്ക് എന്ന് പറഞ്ഞിങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പൂച്ചയുടെ ഒരു സൗണ്ട് അരോചകമാണ്. അപ്പോൾ അതിന് പണ്ടുള്ളവർ പറയുന്നത് അങ്ങനെ കഴിഞ്ഞാൽ പൂച്ച ദോഷമാണ്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ ദോഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേടിച്ചിട്ട് കല്ലെറിഞ്ഞ് ഓടിക്കും അല്ലേ. പക്ഷെ പൂച്ച അങ്ങനെ കരഞ്ഞെന്ന് വെച്ച് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കരഞ്ഞെന്ന് വെച്ച് യാതൊരു ദോഷമില്ല. പിന്നെ പൂച്ച കരയാതെ പിന്നെ പൂച്ച പാട്ട് പാടുക, നമ്മളൊന്ന് ചിന്തിച്ചേ. അപ്പോൾ അങ്ങനെ കരഞ്ഞെന്ന് വെച്ച് പൂച്ചേനെ നമ്മൾ ഓടിക്കേണ്ട കാര്യമില്ല, അത് ദോഷമല്ല. പിന്നെ ആ ഒരു കരച്ചിൽ നമ്മൾ അടുത്ത് നിന്ന് നമുക്ക് ഒരു അരോചകം ഉണ്ടാകും, മാക്ക് മാക്ക് എന്ന് കരയുമ്പോൾ ചെവിക്കകത്ത്. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ അതിനെ ഓടിക്കുന്നത്, ദോഷവും കൊണ്ടല്ല. അത് പൂച്ച അങ്ങനെ കരഞ്ഞെന്ന് വെച്ച് വീട്ടിൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് നമുക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ ഓടിച്ചു വിട്ടുന്നത്. പിന്നെ അമ്പലത്തിലെ പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ പൂച്ചയ്ക്ക് കൊടുത്തെന്ന് വെച്ച് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലതിനാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകത്തുള്ള പൂച്ചകൾക്കും പട്ടികൾക്കും ഒക്കെ അമ്പലത്തിലെ പ്രസാദം കൊടുത്തെന്ന് വെച്ച്. ഇപ്പം ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പം ചന്ദനം തൊടിക്കും, ചന്ദനം തൊടിച്ചാൽ എന്താണ് കുഴപ്പം മൃഗങ്ങൾക്ക്? എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട്, ക്ഷേത്രത്തിലെ പാൽപ്പായസം എല്ലാ ദിവസവും കൊടുക്കും. പൂച്ച ഇപ്പം നല്ല രീതിയിലാണ് ഇരിക്കുന്നത്, കാരണം ഭഗവാന്റെ ഒരു അനുഗ്രഹം. പട്ടിയുണ്ട്, അടുത്ത വീട്ടിൽ പായസം കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ അല്ല. അവർ എന്താ പറയുക, ആ ഒരു ടേസ്റ്റും ആ ഒരു ഭക്തിയോട് കൂടി കൊടുക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവരോടും പങ്കുവെക്കണമെന്ന്. അപ്പം നമ്മൾ വീട്ടിൽ പാൽപ്പായസമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പൂച്ചയ്ക്ക് കൊടുത്തെന്ന് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈശ്വരൻ്റെ പ്രസാദമാണ്. ഈശ്വരൻ്റെ പ്രസാദം നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും കഴിക്കട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ എന്താ പറയുക, കൃഷ്ണൻ്റെ പായസം കൊടുത്തെന്ന് വെച്ച് കൃഷ്ണൻ നമ്മളെ ഒന്ന് ദ്രോഹിക്കുന്നത്. നീ എന്തിനാണ് പൂച്ചയ്ക്ക് പായസം കൊടുത്തെന്ന് വെച്ച് നമ്മളെ തല്ലാനൊന്നും വരുത്തൊന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഭഗവാൻ എപ്പോഴും നമ്മുടെ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് എന്തിനാണ് അല്ലേ, നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈശ്വരൻ പൂച്ചയ്ക്ക് പായസം കൊടുത്തെന്ന് വെച്ച് നമുക്ക് മോശമായ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അല്ലേ. അപ്പോൾ ഈശ്വരനെ സ്നേഹിക്കുക, ഈശ്വരനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഒപ്പം ചുറ്റുപാടുമുള്ള മൃഗങ്ങളെ സ്നേഹിക്കുക. ഒപ്പം തന്നെ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലുണ്ടാകുക. ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് ഈശ്വര ചിന്തയോടുകൂടി പോവുക, നല്ല നല്ല കാര്യങ്ങൾ അതിനകത്ത് കയറി പ്രാർത്ഥിക്കുക, നല്ല മനസ്സോടുകൂടി ഇറങ്ങി വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നത്.